ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അനീഷിന് എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഷാനവാസ് ഒരു ബ്രദർ ഫീലിംഗ് ആണ്. ഷാനവാസ് ഒരു ജ്യേഷ്ഠനെ പോലെയാണ്. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് അനീഷിന്. ഷാനവാസിന് പക്ഷെ ഇത് ഗെയിമാണ്. നമ്മളിത് ഒരുപാട് തവണ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഷാനവാസ് ഇതൊരു ഗെയിമായിട്ട് തന്നെയാണ് കാണുന്നത്. അനീഷിനെതിരെ ഗെയിം കളിക്കേണ്ട സ്ഥലത്തും അനീഷിനെ താറടിക്കേണ്ട സ്ഥലത്തും ആ രീതിയിൽ തന്നെ ഷാനവാസ് ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് കാര്യങ്ങളെ വെച്ച് നമ്മൾ ജഡ്ജ് ചെയ്ത് നോക്കുമ്പോൾ ഇത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഷാനവാസ് ഇന്ന് പ്യൂർലി ഗെയിമാണ്. അപ്പൊ ഇന്ന് രാവിലെ എന്ത് സംഭവിച്ചു? ഇപ്പോ ആ ഒരു മോർണിംഗ് സോങ് ഒക്കെ കഴിഞ്ഞിട്ട് അനീഷ് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ സ്റ്റോർ റൂം ബെല്ലടിച്ചു. ആദിലെ അവിടെ ഷാനവാസിന് തൊട്ടപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ആദിലെ ഇറങ്ങി ഓടി. ഷാനവാസ് അനീഷിനെ കളിയാക്കുന്നുണ്ട്. നിനക്കിപ്പോ മരുന്നൊന്നും എടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് അതിനൊന്നും റിപ്ലൈ കൊടുക്കുന്നില്ല. അനീഷ് ഷാനവാസിനോട് പറയുന്നു, വായോ ഒരു സാധനം കാണിച്ചു തരാം എന്ന് പറയുന്നു. അപ്പൊ ചെടിച്ചട്ടിയുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിന്റെ അകത്ത് നോക്കിയപ്പോഴത്തേക്ക് മുളച്ചാ എന്ന് ഷാനവാസ് ചോദിക്കുന്നു. ഇഞ്ചി നട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ, അത് എന്തോ മുളച്ചു. അതിന്റെ ആ ഒരു സംഭവം ഷാനവാസിനെ കാണിക്കാനായിട്ട് വിളിച്ചോണ്ട് പോയതാണ്. അപ്പൊ ഷാനവാസ് എന്നിട്ട് ഇത് ക്യാമറ അറ്റൻഷൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. എപ്പിസോഡിലേക്ക് പോകണമല്ലോ സാധനം. അപ്പൊ അതിനായിട്ട് എടാ കൃഷിക്കാരാ എന്ന് പറഞ്ഞിട്ട് ഉടനെ അങ്ങ് വോയിസ് ഒക്കെ റേസ് ചെയ്ത് മറ്റേ സന്തോഷമൊക്കെ ഇങ്ങനെ അഭിനയിച്ച് ഭാവങ്ങളൊക്കെ കൊണ്ടുവന്ന്, ഞാനത് അതിന്റെ ഫ്രണ്ട് ആംഗിൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല എത്രമാത്രം ഭാവാഭിനയം ഷാനവാസ് നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ അറിയത്തില്ല. ബാക്ക് ഷോട്ട് ആണ് കണ്ടത്. അതിൽ തന്നെ എനിക്ക് ആ ഭാവങ്ങളൊക്കെ അങ്ങ് കിട്ടി. എടാ കൃഷിക്കാരാ, നീ ഇഞ്ചി നട്ട് വെച്ചിരിക്കുവാണല്ലേടാ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെ ഇങ്ങനെ ആസാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഉടനെ അനീഷ് പറയുന്നു, ഞാൻ ഇത് ഷാനവാസിനോട് പറഞ്ഞതാണ് എന്റെ തെറ്റ്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നടക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. നീ ഒരു പഠിച്ച BB മെറ്റീരിയലാണ്. നീ കൃഷിക്കാരനാണെന്ന്, നീ സാധാരണക്കാരനാണെന്ന് നിനക്ക് പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് എത്തിക്കണം. അതിനായിട്ടാണ് നീ ഇഞ്ചി നട്ടു വെക്കുന്നത്. ഇവിടുത്തെ ഓരോ സാധനങ്ങളും നീ കൃഷി ചെയ്ത് അങ്ങ് എത്തിക്കുകയാണ്, പ്രേക്ഷകരിലേക്ക് അതങ്ങോട്ട് എത്തിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇതിലും ഗെയിം കണ്ടുപിടിച്ച് ഷാനവാസ് വെറുതെ ഷോ ഇറക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ലൈവിൽ നടന്നത്. ഷാനവാസ് എന്തൊരു ഷോ ആണ്. ഷോനവാസ് അക്ബർ വിളിക്കുന്ന വെറുതെ ആണെന്ന് തോന്നുന്നില്ല കേട്ടോ. അമ്മാതിരി ഷോ ആണ്. ചുമ്മാ വെറുതെ അനീഷ് ആ ഒരു സംഭവം കാണിക്കാനായിട്ട് വിളിച്ചതാണ്. അതിലെന്തിനാണ് ഗെയിം കാണുന്നത്? കൊള്ളാമല്ലോ, നീ അത് നട്ടുപിടിപ്പിച്ചോ, കൊള്ളാമല്ലോ എന്ന് പറഞ്ഞൊരു സുഹൃത്തിനോട് ആ രീതിയിലല്ലേ നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ തന്നെ ഷാനവാസിന്റെ എന്താണ് ഷാനവാസിന്റെ ഗെയിം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അനീഷിനെ പറഞ്ഞ സുഹൃത്താണെന്ന് പറഞ്ഞ് കൂടുക, അനീഷിനെ പുറകിൽ നിന്ന് കുത്തേണ്ട സ്ഥലത്ത് പുറകിൽ നിന്ന് കുത്തുക, കൂടെ നിൽക്കേണ്ട സ്ഥലത്ത് കൂടെ നിൽക്കുക, അനീഷിനെ ഒറ്റയ്ക്ക് വിടാതിരിക്കുക. അതാണ് ചുരുക്കി പറഞ്ഞ ഷാനവാസിന്റെ ഗെയിം. അപ്പൊ അതില് ഷാനവാസ് ഇപ്പൊ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇൻഡിവിജ്വൽ ആയിട്ട് പുള്ളിക്ക് ഫാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, PR കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അനീഷിന്റെയും കൂടി ഒരു സപ്പോർട്ട് ഷാനവാസിലേക്ക് വരണമെന്ന് പുള്ളി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതാണ് രാവിലെ ഈ ഒരു സംഭവം കണ്ടില്ല, വെറുതെ കോംബോ പിടിക്കാനായിട്ട് ഉള്ള ശ്രമങ്ങളാണ്. കോംബോ ഒന്നും ഇപ്പൊ ഇല്ല, പക്ഷെ എന്നാലും കോംബോ പിടിക്കാനായിട്ടുള്ള പരിപാടികളാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മളെ പിടിച്ച് PR ആക്കാനായിട്ടൊക്കെ വരും. ആക്കിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല. 2-3 സീസണായിട്ട് കാണുന്നതാണ് ഈ PR ആക്കുന്ന പരിപാടി. ആക്കിക്കോ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.